എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. സവാളയും മുട്ടയും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 മുട്ട പുഴുങ്ങിയെടുത്ത് വയ്ക്കാം. ഇനി അതിന് രണ്ടും തോട് കളഞ്ഞ് നന്നായി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. തോട് കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത മുട്ട രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു സവാളയിൽ നിന്ന് തോല് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഒരു സവാള മുഴുവനായിട്ട് നമുക്ക് വേണ്ട അതിൻ്റെ പകുതി മാത്രമേ നമുക്ക് ഈ സ്നാക്കിന് വേണ്ടി ആവശ്യമുള്ളൂ. തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്ത സവാളയുടെ പകുതി എടുത്ത് നമുക്ക് നന്നായി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ കനം കുറച്ച് സ്ലൈസായി എടുത്തതിന് ശേഷം ഇതിൽ കാണുന്നത് പോലെ വളരെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. സവാളയെല്ലാം ചെറുതായി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. സവാള എത്രത്തോളം ചെറുതായി കട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നന്നായി ചെറുതായി കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. സവാള കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതേപോലെ വളരെ ചെറുതായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറിയ ഒരു പീസ് ഇഞ്ചി മതിയാകും. അത് മാറ്റി വെച്ചതിന് ശേഷം വളരെ കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇറുത്ത് വയ്ക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാം കൂടി ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഉള്ളി വടയൊക്കെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന അതേ കൺസിസ്റ്റൻസിയിൽ നമുക്കിതിനെ കുഴച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ എല്ലാം കൂടി നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഒരു ഗ്രേറ്ററിൽ കൂടി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മുട്ട രണ്ടും ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ട നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി ഇളക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ബോൾസാക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വടയുടെ ഷേപ്പാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ നമുക്ക് ആ ഷേപ്പിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഏതാണോ ഇഷ്ടം അതേപോലെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കിയാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്കതിനെ ഒന്ന് തിരിച്ചിട്ട് മറു സൈഡും കൂടി മൂപ്പിച്ചെടുക്കാം. നല്ല ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ വറുത്ത് കോരിയെടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് 12-13 സ്നാക്കോളം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ.
വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.